എൻ്റെ പേരൻസ് പുറത്തായതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പം എനിക്ക് എല്ലാ ഫെസിലിറ്റീസും കിട്ടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമായിരുന്നു. അതിനെനിക്ക് ലക്ഷ്യമാണ് ബെസ്റ്റായിട്ട് തോന്നിയത്. മനസ്സിലായിരം കസവ് നെയ്യുമീ നെയ്യാമ്പൽ പൂവെന്നോരത്ത്. ഹായ്, എൻ്റെ പേര് മരിയ തോമസ്. ഞാൻ ലക്ഷ്യ കൊച്ചി ക്യാമ്പസിലായിരുന്നു പഠിച്ചിരുന്നത്. ഞാൻ റീസെൻ്റ്ലി ACC അഫിലിയേറ്റ് ആയി. ഞാൻ +2 കംപ്ലീറ്റ് ചെയ്ത് ദുബായിലായിരുന്നു. എനിക്ക് ACC ചെയ്യാനൊരു താല്പര്യം ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ നാട്ടിൽ വന്ന് കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ അന്വേഷിച്ചു. എൻ്റെ പേരൻസ് പുറത്തായതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പം എനിക്ക് എല്ലാ ഫെസിലിറ്റീസും കിട്ടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമായിരുന്നു. അതിനെനിക്ക് ലക്ഷ്യമാണ് ബെസ്റ്റായിട്ട് തോന്നിയത്. ഞങ്ങൾ ലക്ഷ്യ വന്ന് അന്വേഷിച്ചപ്പോൾ ഇവിടെ എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹോസ്റ്റൽ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എൻ്റെ പേരൻസ് വളരെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞാൻ ലക്ഷ്യ ചൂസ് ചെയ്തു. ബട്ട് ഞാൻ ACC ജോയിൻ ചെയ്തപ്പം എനിക്ക് കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ബട്ട് ഞാനതൊരു ചാലഞ്ചായിട്ടായിരുന്നു ഏറ്റെടുത്തിരുന്നത്. ഞാൻ റെഗുലർലി ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉള്ളപ്പം അതെല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് ഇവിടുത്തെ ഫാക്കൽറ്റീസും മെൻറ്റേഴ്സും ഉണ്ടായിരുന്നു. ഇവിടെ അവർ വീക്ക്ലി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമായിരുന്നു. സോ വീക്ക്ലി ടെസ്റ്റ് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, ഇനി എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാവുമായിരുന്നു. പിന്നെ അത് കൂടാണ്ട് ഇവർ മോക്ക് എക്സാംസ് കണ്ടക്ട് ചെയ്യുമ്പം നമുക്ക് ഫൈനൽ എക്സാംസ് ഫേസ് ചെയ്യാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് തരുമായിരുന്നു. അത് കൂടാണ്ട് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടുത്തെ കോർഡിനേറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇവരുടെ എല്ലാവരുടെ സപ്പോർട്ടും എൻ്റെ ഹാർഡ് വർക്കും കാരണം എനിക്ക് എല്ലാ പേപ്പേഴ്സും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാൻ പറ്റി. ഞാൻ ACC അഫിലിയേറ്റ് ആയി. ലക്ഷ്യന് വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് സപ്പോർട്ട് ഫ്രണ്ട്സിനെ കിട്ടി. ഞങ്ങൾ ഒരുമിച്ച് ഇവിടുത്തെ ക്യാമ്പസ് ലൈഫൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി. അത് കൂടാണ്ട് തന്നെ ഞങ്ങൾ ഇവിടുത്തെ ഇവൻറ്റ്സും സെലിബ്രേഷൻസൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. എക്സാംസ് ടൈം ആകുമ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒരുമിച്ചിരുന്ന് ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യുമായിരുന്നു. ഇതൊക്കെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ACC ജോയിൻ ചെയ്തതിന് ശേഷം എല്ലാ പേപ്പേഴ്സും ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാൻ നോക്കുക. ഇടയ്ക്ക് വെച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല, ഇത് നമ്മളെ കൊണ്ട് സാധിക്കുമോ ഇല്ലയോ എന്നൊന്നും. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഇത് പിന്നെയും പാടാവത്തേ ഉള്ളൂ. മാക്സിമം എഫേർട്ട് ഇട്ട് എല്ലാ പേപ്പേഴ്സും ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്താൽ ACC എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റും.